ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എർത്തിങ് എന്ന ടോപ്പിക്കാണ്. എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റൽ പാർട്ട് അല്ലെങ്കിൽ ഒരു മെറ്റൽ ബോഡി, നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റൽ പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ മെറ്റൽ ബോഡി ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് വഴി നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എർത്തിങ് എന്ന് പറയും. അതായത് ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് വഴി നമ്മളൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ മെറ്റൽ പാർട്ടിനെ അല്ലെങ്കിൽ നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള മെറ്റൽ പാർട്ടിനെ അല്ലെങ്കിൽ അതിൻ്റെ മെറ്റൽ ബോഡിയെ നമ്മൾ കണക്ട് ചെയ്യുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയും. സാധാരണഗതിയിൽ രണ്ട് രീതിയിലാണ് നമ്മൾ എർത്തിങ് ചെയ്യാറ്. അല്ലെങ്കിൽ എർത്തിങ് നമുക്ക് രണ്ട് ടൈപ്പിലാണ് എർത്തിങ് ഉള്ളത്. ഒന്ന് സിസ്റ്റം എർത്തിങ്ങും രണ്ടാമത്തത് എക്യുപ്മെൻ്റ് എർത്തിങ്ങും. സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റത്തെയാണ് എർത്ത് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനെ അല്ല, ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെ നമ്മൾ എർത്ത് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിസ്റ്റം എർത്തിങ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ആളാണ്. ഒന്ന് ജനറേറ്റിംഗ് സ്റ്റേഷനും അതേപോലെ തന്നെ സബ്സ്റ്റേഷനും. ഇത് രണ്ടും ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ആണ്. അപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷനിലുള്ള എർത്തിങ്ങിനെ അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷനിലുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെ എർത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത്. ജനറേറ്റിംഗ് സ്റ്റേഷൻ അതേപോലെ തന്നെ സബ്സ്റ്റേഷനുകളിലൊക്കെ. ഇവിടെ നമ്മൾ എർത്തിങ് ചെയ്യുന്നത് പ്രധാനമായും രണ്ട് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മൾ ആസ് പെർ ഡെഫിനിഷൻ പോലെ നമ്മളെ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സിസ്റ്റം പ്രൊട്ടക്ഷൻ. നമ്മുടെ സിസ്റ്റത്തിനെ ലീക്കേജ് കറണ്ടിൽ നിന്നും അല്ലെങ്കിൽ എർത്തിങ് പോസിബിലിറ്റിയുള്ള കറണ്ടുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് പൊട്ടൻഷ്യലിനെ നമ്മൾ സീറോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ രണ്ട് ഫംഗ്ഷനാണ് സിസ്റ്റം എർത്തിങ്ങിലുള്ളത്. ഒന്ന് സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക. എർത്തിങ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ സീറോ ആക്കി വെച്ച് അതിനെ നമ്മളൊരു റെഫറൻസ് പൊട്ടൻഷ്യലായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സീറോ പൊട്ടൻഷ്യലിൽ ഗ്രൗണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. അങ്ങനെ ഈ രണ്ട് ഫംഗ്ഷനാണ് നമുക്ക് സിസ്റ്റം എർത്തിങ്ങിൽ ഉള്ളത്. പക്ഷേ നമ്മൾ നേരെ തിരിച്ച് എക്യുപ്മെൻ്റ് എർത്തിങ്ങിലേക്ക് വരികയാണെങ്കിൽ എക്യുപ്മെൻ്റ് എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റൽ പാർട്ടിനെ അല്ലെങ്കിൽ മെറ്റൽ ബോഡിയെ നമ്മൾ എർത്ത് ചെയ്തതിനെയാണ് നമ്മൾ എക്യുപ്മെൻ്റ് എർത്തിങ് എന്ന് പറയുന്നത്. ക്ലിയർ? സാധാരണ നമ്മുടെ വീടുകളിലൊക്കെയുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിനെല്ലാം നമ്മൾ എർത്ത് ചെയ്യാറുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിനെല്ലാം മെറ്റൽ ബോഡി നമ്മൾ എർത്ത് ചെയ്യും. കാരണം നമ്മൾ 3 പിൻ പ്ലഗിലാണ് നമ്മളിതെല്ലാം വെക്കുന്നത്. 3 പിൻ പ്ലഗിൽ ഒരു പിൻ എന്ന് പറയുന്നത് എർത്ത് പിന്നാണ്. അത് വലിയൊരു പിൻ എന്ന് പറയുന്നത് എർത്ത് പിന്നാണ്. ത്രൂ ആ എർത്ത് പിന്ന് നമ്മൾ 3 പിൻ പ്ലഗിലെ ആ പ്ലഗ് എർത്ത് നമ്മുടെ വീട്ടിലകത്തുള്ള എക്യുപ്മെൻ്റ് എർത്തിങ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആ രീതിയിൽ നമ്മൾ നമ്മുടെ എക്യുപ്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ? എക്യുപ്മെൻ്റ് എർത്തിങ്ങിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ജനറലി ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ പ്രൊട്ടക്ഷനാണ് എക്യുപ്മെൻ്റ് എർത്തിങ്ങിൽ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വാക്കുകളുണ്ട്. അതായത് എർത്തിങ്ങിൽ നമ്മൾ പറഞ്ഞു ഒരു ലോ റെസിസ്റ്റൻസ് പാത്തിൽ നമ്മൾ ആരെ കണക്ട് ചെയ്യുന്നു? എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ലോ റെസിസ്റ്റൻസ് പാത്തിൽ എർത്തിൻ്റെ സർഫസ് വരെ വരുന്നത് ഒരു സെക്ഷനായിട്ടും ഞാൻ ഈ ഒരു പോർഷനെ ഒരു സെക്ഷനായിട്ട് എടുക്കുന്നു. എർത്തിന് താഴേക്കുള്ള മണ്ണിനടിയിലേക്കുള്ള പോർഷനെ നമ്മൾ സെക്ഷൻ 2 ആക്കി എടുക്കുന്നു. അങ്ങനെ രണ്ട് സെക്ഷനായിട്ടാണ് ഞാൻ എർത്തിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത്. രണ്ട് സെക്ഷനുണ്ട്, സെക്ഷൻ 1ഉം അതേപോലെ തന്നെ സെക്ഷൻ 2. ഈ സെക്ഷൻ 1ന് നമ്മൾ പറയുന്ന പേരാണ് ECC, എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ. നമ്മുടെ ഓരോ എക്യുപ്മെൻറ്റിനെയും എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്? എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടറിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ എർത്ത് സർഫസിന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ് ECC അല്ലെങ്കിൽ എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇനി എർത്തിൻ്റെ താഴോട്ട് എർത്തിൽ നിന്നും മണ്ണിനടിയിലേക്ക് വരുന്ന, സർഫസിൽ നിന്നും മണ്ണിനടിയിലേക്ക് വരുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ എർത്ത് ഇലക്ട്രോഡ് എന്ന് പറയുക. ഇതിനെയാണ് നമ്മൾ എർത്ത് ഇലക്ട്രോഡ് എന്ന് പറയുക.
ഇതാണ് എർത്തിങ്ങിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പോർഷൻസ്. ഒന്ന് ECC യും രണ്ടാമത്തത് എർത്ത് ഇലക്ട്രോഡും. ECC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിന് മേലേക്ക് വരുന്ന സാധനങ്ങൾ, ലോ റെസിസ്റ്റൻസ് പാത്ത് അല്ലെങ്കിൽ നമ്മളുടെ എക്യുപ്മെൻറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടിന്യൂറ്റി വയർ. എർത്ത് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ സർഫസിൽ നിന്നും താഴേക്ക് വരുന്ന പോർഷനെയാണ് നമ്മൾ എർത്ത് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഈ രണ്ട് വാക്കുകൾ ഓർത്തിരിക്കുക. ഇത് പലതവണ ചോദിച്ച ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതാണ് എർത്തിങ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എർത്തിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എർത്തിങ് ചെയ്യാനുള്ള കുറച്ച് റീസൺസ് ഉണ്ടാവും. ആ റീസൺസ് നമ്മളിവിടെ പറഞ്ഞതാണെങ്കിലും ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പ്രിവെൻറ്റ് റിസ്ക് ഓഫ് ഷോക്ക്. പ്രിവെൻറ്റ് റിസ്ക് ഓഫ് ഷോക്ക്, നമ്മളെ ഷോക്കിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ഷോക്കിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക? സപ്പോസ് നമ്മളെ അടുത്ത് ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. ആ എക്യുപ്മെൻറ്റ് ഞാൻ എടുക്കുന്നു. സപ്പോസ് നമ്മളെ ഒരു അയൺ ബോക്സ്. ഇതൊരു അയൺ ബോക്സ് ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ റെസിസ്റ്റൻസ് ഒരു 60 ohm ആണ്. നോർമലി ഇതിനേക്കാൾ മേലെ വരും. 60 ohm ആണ്. ഇതിലൊരു 5 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഞാനിതൊരു 240 volt AC കണക്ട് ചെയ്തിരിക്കുന്നു. റൈറ്റ്? ഇതാണ് എൻ്റെ സിസ്റ്റം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു എക്യുപ്മെൻറ്റ്. ഇത് എർത്ത് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. ഇത് എർത്ത് ചെയ്തിട്ടില്ല എങ്കിൽ എത്ര റെസിസ്റ്റൻസ്, സപ്പോസ് ഇത് ഞാനൊന്ന് ടച്ച് ചെയ്തു, ഞാനിത് ടച്ച് ചെയ്തു. ഞാൻ ടച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹ്യൂമൻ ബോഡി റെസിസ്റ്റൻസ് ഒരു 1000 ohm ആണെന്ന് വിചാരിക്കാം. നമുക്കതിലേക്ക് വരാം. അതിനുമ്പോൾ 1000 ohm ആണ് എൻ്റെ റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കാം. ഈ 1000 ohമിലുള്ള റെസിസ്റ്റൻസ്, ഇത് ഞാൻ മെറ്റൽ ബോഡിയിൽ ടച്ച് ചെയ്തു. ഇവിടെ ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടായിരുന്നു. സർക്യൂട്ട് ഇതുവഴി ക്ലോസ് ചെയ്യുന്നതിന് പകരം ഏത് വഴി ക്ലോസ് ചെയ്യും? ഇതുവഴി സർക്യൂട്ട് ക്ലോസ് ചെയ്യും. ലോ റെസിസ്റ്റൻസ് പാത്ത് എന്ന് പറയുന്നത് ഇവിടെ കിട്ടും. സർക്യൂട്ടിൽ എന്തെങ്കിലും ഷോർട്ടോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലോ റെസിസ്റ്റൻസ് പാത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഫ്ലോ ചെയ്യാൻ നോക്കുന്നത്. ആ സമയത്ത് എൻ്റെ ബോഡിയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? V/R ദാറ്റ്സ് ഈക്വൽ ടു 240 ഡിവൈഡഡ് ബൈ 1000. ദാറ്റ് ഈസ് 0.24 milliampere. സോറി, 0.24 അല്ല, 2040 എന്ന് പറഞ്ഞാൽ 0.24 ആംപിയർ. 0.24 ആംപിയർ. 0.24 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 milliampere ആണ്. ഇതൊരു വലിയ കറണ്ടാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ചിടത്തോളം 240 milliampere ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലൂടെ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതൊരു വലിയൊരു കറണ്ടാണ്. എനിക്ക് ഷോക്ക് അടിക്കും. റിസ്ക് ഓഫ് ഷോക്ക് അവിടെ വളരെ കൂടുതലാണ്. സപ്പോസ് ഇതേ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എർത്ത് റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇത് എർത്ത് ചെയ്തെന്ന് വിചാരിക്കാം. എർത്ത് ഇവിടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ohm ആണ്. എൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 ohm ആണ്. അപ്പോൾ ഇവിടെ ഒരു റിസ്ക് ഓഫ് ഷോർട്ട് പാത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെയുള്ളത് 1000 ohമും ഇവിടെയുള്ളത് 10 ohm ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ട് ഏത് വഴി ഫ്ലോ ചെയ്യും? 10 ohm വഴി ഫ്ലോ ചെയ്യും. ആ സമയത്ത് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് V/R ആണ്. ദാറ്റ് ഈസ് 240 ഡിവൈഡഡ് ബൈ 10 ദാറ്റ്സ് ഈക്വൽ ടു 24 ആംപിയർ. 24 ആംപിയർ ഏത് വഴി പോയി? ആ ലോ റെസിസ്റ്റൻസ് പാത്തിലൂടെ പോയി എർത്തിലേക്ക് പോയി. ക്ലിയർ? ആ സമയത്ത് എന്താവും? നമ്മുടെ പ്രൊട്ടക്ഷൻ ഡിവൈസസ് എല്ലാം ആക്റ്റീവ് ആവും. കാരണം 24 ആംപിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൈ കറണ്ട്. നോർമലി എത്രയായിരുന്നു കറണ്ട് വരുന്നത്? 240 ഡിവൈഡഡ് ബൈ 60, 3 ആംപിയർ ആണ് വരേണ്ടത്. റൈറ്റ്? 3 ആംപിയർ. 3 ആംപിയർ വരേണ്ടടുത്ത് 24 ആംപിയർ നമ്മുടെ സർക്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സർക്യൂട്ടിനകത്തുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് എല്ലാം ആക്റ്റീവ്. ഇതാണ് എർത്തിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിസ്ക് ഓഫ് ഷോക്ക്. നമ്മളെ ഷോക്കിൽ നിന്നും എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റ് ചെയ്യുന്നു. നമ്മൾ പ്രോപ്പർലി ഒരാളെ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഷോക്കിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇതാണ് എർത്തിങ്ങിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ ഈ പറഞ്ഞ കേസിലേക്ക് വരിക. നമ്മളവിടെ കുറച്ച് വാല്യൂസ് പറയാനുണ്ട്. അതായത് നമ്മൾ ഈ ഷോക്കിൻ്റെ റെസിസ്റ്റൻസ് പറഞ്ഞു, ഷോക്കിൻ്റെ വാല്യൂ പറഞ്ഞു. എൻ്റെ ബോഡിയിലൂടെ ഒരു 240 milliampere ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യുന്നു? എനിക്ക് ഷോക്ക് അടിക്കും. അത് എനിക്ക് റിസ്ക് ആണ്, എൻ്റെ ഹ്യൂമൻ ബോഡിക്ക് റിസ്ക് ആണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഹ്യൂമൻ ബോഡിക്ക് റിസ്ക് ആണ്. കാരണം ഹ്യൂമൻ ബോഡിക്ക് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 50 ആംപിയർ ആണ്. സോറി, 50 ഇറ്റ്സ് റോങ് ആൻസർ. 50 അല്ല, 5 ആണ്. 5 milliampere ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് നോർമലി സെൻസേഷനായിട്ട് അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലാതെ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന കറണ്ട് എന്ന് പറയുന്നത് 5 ആംപിയർ. 5 milliampere. 5 ആംപിയർ അല്ല, 5 milliampere ആണ്. അപ് ടു 5 milliampere വരെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 5 milliampere ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ സെൻസ് ചെയ്യുന്നത് ഈ 5 milliampere ആണ്. 5 milliampere തൊട്ട് ഒരു 20 milliampere വരെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പെയിൻഫുൾ ഷോക്ക് നമുക്ക് വരും. ഒരു ഷോക്ക് കിട്ടും, ഒരു ചെറിയൊരു വേദനയുണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാവുന്ന ഒരു ഷോക്ക് റേഞ്ചാണ് 5 milliampere to 20 milliampere. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യില്ല? സ്വാഭാവികമായിട്ടും നമുക്ക് മരിച്ചൊന്നും പോകില്ല, പക്ഷെ നമുക്ക് ഷോക്ക് അടിക്കും. 5 milliampere താഴെന്ന് പറഞ്ഞാൽ ചെറിയൊരു സെൻസേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. 5 to 20 milliampere ആണെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കും.
20 ആംപിയറിന് മേലെ പോയി ഒരു 50 ആംപിയർ മില്ലി ആംപിയർ വരെ എത്തിയെന്ന് വിചാരിക്കുക. 20 മില്ലി ആംപിയറിൽ നിന്നും ഒരു 50 മില്ലി ആംപിയർ എന്ന് വിചാരിക്കുക. അത് നമ്മുടെ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും. പിന്നീട് അങ്ങോട്ടുള്ള കറണ്ട് റേഞ്ചുകളിലൊക്കെ നമ്മുടെ ഹ്യൂമൻ ബോഡിയെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. അപ് ടു ഡെത്ത് വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ വാല്യൂ 5 മില്ലി ആംപിയർ എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ലാതെ ക്യാരി ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ദർ ആർ ത്രീ കണ്ടീഷൻസ്. നമ്പർ 1, റെസിസ്റ്റൻസ് ഓഫ് ദ ബോഡി. ആ സമയത്തുള്ള നമ്മുടെ ബോഡി റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോർഷൻ, ദ സ്കിൻ. നമ്മുടെ ഫൂട്ട് ടു ഫൂട്ടും ഇയർ ടു ഇയറും, അതായത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും രണ്ട് റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ വെറ്റ് കണ്ടീഷനിലും ഡ്രൈ കണ്ടീഷനിലും നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് ആണ്. സോ നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, നമ്മൾ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് റെസിസ്റ്റൻസ്, എത്ര ബോഡി റെസിസ്റ്റൻസ് ഉണ്ട്, അത് ബേസ് ചെയ്തിട്ടാണ് ആ കറണ്ട് ഫ്ലോ ചെയ്യുക. സോ 5 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എത്രയാണ് നമ്മുടെ ബോഡി റെസിസ്റ്റൻസ് എന്നുള്ളത് നമ്മുടെ ഷോക്കിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടൈമാണ്. എത്ര സമയം ആ കറണ്ട് നമ്മുടെ ഫ്ലോ ചെയ്യുന്നു. 5 മില്ലി ആംപിയർ ഒരു മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ കറണ്ട് ബോഡി കൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. സെൻസേഷൻ മാത്രമേ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. റൈറ്റ്. നമ്മളിങ്ങനെ ലൈവ് വയർ പിടിക്കുകയാണ്, അതൊരു 2 മില്ലി ആംപിയർ ഉള്ളൂ, നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 3 മണിക്കൂർ 4 മണിക്കൂറായി, നമ്മൾ ചിലപ്പോൾ തട്ടിപ്പോവും. വൈ? ബിക്കോസ് ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എത്ര സമയം ആ കറണ്ട് നമ്മുടെ ബോഡിയിലൂടെ ഫ്ലോ ചെയ്യുന്നു, ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ. ഒന്ന് ടൈം, രണ്ടാമത്തത് റെസിസ്റ്റൻസ്. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിൻ്റെ കേസിൽ? ഈ നമുക്ക് ഷോക്ക് അടിക്കുക എന്നുള്ളത്, നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഷോക്ക് അടിക്കുന്നതിന് ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ മൂന്നാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എമൗണ്ട് ഓഫ് കറണ്ട്, എത്ര കറണ്ടിലാണ് അത് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വരിക റെസിസ്റ്റൻസ്. ടൈമിൻ്റെ കാര്യം നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എത്ര സമയം കൊണ്ട് നമുക്ക് എഫക്റ്റ് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് റെസിസ്റ്റൻസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ റെസിസ്റ്റൻസ് വാല്യൂസ് എന്ന് പറയുന്നത്, നമ്മൾ നോർമലി ഡ്രൈ കണ്ടീഷനിലാണെങ്കിൽ 100 കിലോ ഓം ടു 600 കിലോ ഓം വരെയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഡ്രൈ കണ്ടീഷനിലെ റെസിസ്റ്റൻസ്. ഇറ്റ്സ് എ സേഫസ്റ്റ് റെസിസ്റ്റൻസ്. ഇതേ സാധനം നമ്മൾ വെറ്റ് കണ്ടീഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ 1 കിലോ ഓമിലേക്ക് അത് റെഡ്യൂസ്ഡ് ആവും. സോ ഇൻ വെറ്റ് കണ്ടീഷൻ the chances of shock are very high. സോ ഡ്രൈ കണ്ടീഷനിലും വെറ്റ് കണ്ടീഷനിലുള്ള റെസിസ്റ്റൻസിൻ്റെ ചേഞ്ച് അതാണ്. സിമിലർലി നമ്മളെ ബോഡി ടു ബോഡി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുട്ട് ടു ഫുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 to 600 ഓം ആണ്. ബട്ട് ഇയർ ടു ഇയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് ഓൺലി അറൗണ്ട് 100 ohms. ഈ വാല്യൂസൊക്കെ പലതവണ മുമ്പ് ചോദിച്ചതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ഇപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഇത് പണ്ടത്തെ കുറേ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പാറ്റേൺ മാറിയപ്പോൾ ഇതൊക്കെ വാല്യൂ ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലേക്കോ ട്രൂ ആൻഡ് ഫോൾസ് ടൈപ്പിലേക്കോ അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പുകളിലൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ റേഞ്ചാണ്, അല്ലെങ്കിൽ ഏരിയയാണ് ഈ പറഞ്ഞ റെസിസ്റ്റൻസ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എർത്തിങ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും ആ എർത്തുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ ഷോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. റൈറ്റ്. ഇനി നമുക്ക് എർത്തിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡാണുള്ളത്. ഒന്ന് പൈപ്പ് എർത്തിങ്ങും രണ്ടാമത്തത് പ്ലേറ്റ് എർത്തിങ്ങും. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും പിക്ചർ വരച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കുറച്ച് വാല്യൂസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ. പൈപ്പ് എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പാണ് നമ്മൾ എർത്ത് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. പ്ലേറ്റ് എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലേറ്റാണ് എർത്ത് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ 2 രീതിയിലുള്ള മെറ്റീരിയൽ രണ്ടിലും യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ ഇലക്ട്രോഡ് യൂസ് ചെയ്യാൻ പറ്റും. ഏതർ ഇൻ പൈപ്പ് ഓർ പ്ലേറ്റ്, പൈപ്പ് ആയിക്കോട്ടെ. ഒന്ന് സ്റ്റീൽ അല്ലെങ്കിൽ GI നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ദ ബെറ്റർ ഓപ്ഷൻ ഈസ് കോപ്പർ. ഇതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കോപ്പറാണ്. സ്റ്റീൽ അല്ലെങ്കിൽ GIയേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കോപ്പറാണ്. അപ്പോൾ 2 മെറ്റീരിയൽ നമുക്ക് പ്ലേറ്റ് ഇലക്ട്രോഡ് ആയാലും ശരി, പൈപ്പ് ഇലക്ട്രോഡ് ആയാലും ശരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് സ്റ്റീൽ അല്ലെങ്കിൽ GI, അതല്ലെങ്കിൽ കോപ്പർ. കോപ്പറാണ് ബെസ്റ്റ് കണ്ടക്ടർ എന്ന് നമുക്കറിയാം. സ്റ്റീൽ GIയേക്കാളും ബെസ്റ്റ് കണ്ടക്ടർ കോപ്പറാണെന്നറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രണ്ടിൻ്റെയും ഡയമെൻഷനിൽ വ്യത്യാസം ഉണ്ടാവാം. തീർച്ചയായിട്ടും ഡയമെൻഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പൈപ്പ് ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സ്റ്റീൽ GI യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോപ്പർ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്ലേറ്റ് ഇലക്ട്രോഡിലും സ്റ്റീൽ GI യൂസ് ചെയ്യാൻ പറ്റും, കോപ്പർ യൂസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടിൻ്റെയും ഡയമെൻഷൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റീൽ GI നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ
മിനിമം ഡയമീറ്റർ എന്ന് പറയുന്നത് 16 mm ആണ്. അത് നേരെ മറിച്ച് കോപ്പറിലേക്ക് വരികയാണെങ്കിൽ 12.5 mm ആണ്. ബട്ട് നമ്മൾ നോർമലി വീടുകളിലൊന്നും കോപ്പർ ഒന്നും ആരും യൂസ് ചെയ്യാറില്ല. കാരണം കോപ്പർ ഈസ് ഹൈലി കോസ്റ്റ്ലി, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കണ്ടക്ടറാണ്, അല്ലെങ്കിൽ ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മെറ്റലാണ് കോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്റ്റീൽ അല്ലെങ്കിൽ GA ആണ് യൂസ് ചെയ്യുക, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ 16 mm തുറയാൻ പാടില്ല ഈ സ്റ്റീൽ അല്ലെങ്കിൽ GA ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻ കേസ് ഓഫ് പൈപ്പ് ഇലക്ട്രോഡ്. പൈപ്പ് എർത്തിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൈപ്പ് ഇലക്ട്രോഡിൻ്റെ മിനിമം ഡയമീറ്റർ എന്ന് പറയുന്നത് 16 മിനിമമാണ്. മിനിമം ഡയമീറ്റർ ഈസ് 16 mm, അല്ലെങ്കിൽ കോപ്പർ ആണെങ്കിൽ 12.5 mm ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻറ്റേർണൽ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38 mm ആണ്. ഇൻറ്റേർണൽ ഡയമീറ്റർ 38 mm. ദെൻ ഇനി ഇതിൻ്റെ ലെങ്ത് ഉണ്ട്. ഇത് ഡിഫറെൻറ്റ് വാല്യൂ ആണ്, ഇത് കോമൺ വാല്യൂ ആണ്. അതേപോലെ തന്നെ ഒരു കോമൺ വാല്യൂ മിനിമം ലെങ്ത് ഓഫ് പൈപ്പ് ഇലക്ട്രോഡ്. മിനിമം ലെങ്ത് ഓഫ് പൈപ്പ് ഇലക്ട്രോഡ് ഈസ് 2.5 മീറ്റർ. മിനിമം ലെങ്ത് ആണ്. ഏറ്റവും ചുരുങ്ങിയത് 2.5 മീറ്റർ വേണം. അത് സ്റ്റീൽ ആയിക്കോട്ടെ, GA ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, ഏത് മെറ്റീരിയൽ ആണെങ്കിലും അതിന് 2.5 മീറ്റർ ലെങ്ത് ഉണ്ടായിരിക്കണം പൈപ്പ് ഇലക്ട്രോഡിൻ്റെ കേസിൽ. ഇനി നമുക്ക് 2.5 മീറ്റർ എർത്തിലേക്ക് കൊണ്ടുപോകാനാവില്ല എന്ന് വിചാരിക്കുക. നമ്മൾ 2.5 മീറ്റർ ഒന്നും കുഴിയൊന്നും എടുക്കില്ല, നമ്മളിങ്ങനെ അടിച്ചടിച്ച് കൊണ്ടുപോവുക ചെയ്യുക, അല്ലെങ്കിൽ ഹാമർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഹാമർ ചെയ്ത് പോകുന്ന സമയത്ത് സപ്പോസ് ഇവിടെ എവിടെയെങ്കിലും ഒരു പാറ എന്തോ വന്നെന്ന് വിചാരിക്കുക, ഒരു 2 മീറ്ററിൽ താഴേക്ക് പോയി, ഇവിടെ 2 മീറ്റർ എത്തി, 2.5 മീറ്റർ താഴോട്ട് ഇറങ്ങില്ല, ഇനി അങ്ങോട്ട് പാറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിനി താഴോട്ട് ഇറക്കാൻ പറ്റില്ല, പാറ പൊട്ടിക്കാനും കഴിയില്ല, ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമുക്ക് ഈ ഇലക്ട്രോഡിനെ ഇൻക്ലൈൻഡ് ആയിട്ട് ഇറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇൻക്ലൈൻഡ് ആയിട്ട് ചരിച്ച് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചരിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇലക്ട്രോഡ് വെക്കണമെന്നില്ല, ഇങ്ങനെ നമുക്ക് ചരിച്ച് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ചരിച്ച് വെക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ആംഗിൾ 30 ഡിഗ്രിയിൽ കൂടാൻ പാടില്ല. മാക്സിമം ആംഗിൾ, ഇൻക്ലിനേഷൻ ആംഗിൾ ഫോർ പൈപ്പ് ഇലക്ട്രോഡ് ഈസ് 30 ഡിഗ്രി. 30 ഡിഗ്രിയിൽ കൂടാൻ പാടില്ല. എന്തിൻ്റെ കേസിൽ? ഇൻക്ലിനേഷൻ്റെ കേസിൽ. ഇതാണ് പൈപ്പ് ഇലക്ട്രോഡിൻ്റെ വാല്യൂസ്. ഈ വാല്യൂസ് എല്ലാം പറയുന്നത് ഐസിയാണ്, ഇലക്ട്രിക് കോഡ് പ്രകാരമുള്ള വാല്യൂസാണ്, ഐ റൂൾ പ്രകാരമുള്ള വാല്യൂസാണ്. അപ്പോൾ ഈ വാല്യൂകളെല്ലാം ഓർത്തിരിക്കണം. ഇതാണ് ഈ പ്രധാനമായിട്ട് വാല്യൂ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, വേറെ ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, പിക്ചർ ആവശ്യമില്ല, ഇതിൻ്റെ പിക്ചറിൻ്റെ ആവശ്യമില്ല, ബാക്കിയുള്ള ഡയഗ്രാംസ് ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ വാല്യൂസ് മാത്രമാണ് നമുക്ക് PSC പോയിൻ്റ് ഓഫ് വ്യൂ ആവശ്യമുള്ളത്. ഇനി നമ്മൾ പ്ലേറ്റ് ഇലക്ട്രോഡിൻ്റെ കേസിലേക്ക് വരാം. പ്ലേറ്റ് ഇലക്ട്രോഡിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ഇതൊരു റെക്റ്റാങ്കുലർ പ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു പൈപ്പാണ് യൂസ് ചെയ്യുമെങ്കിൽ ഇവിടെ റെക്റ്റാങ്കുലർ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെ മിനിമം അല്ലെങ്കിൽ നോർമൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് 60/60 ആണ്. 60 സെൻറ്റിമീറ്റർ ലെങ്ത്തും 60 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ്. അറ്റ്ലീസ്റ്റ് മിനിമമാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞതൊക്കെ മിനിമമാണ്, നമ്മൾ മാക്സിമം പറഞ്ഞത് ഈ ആംഗിൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ 60/60 ആണ് നമ്മുടെ പ്ലേറ്റ് ഇലക്ട്രോഡിൻ്റെ മിനിമം ഡയമെൻഷൻ എന്ന് പറയുന്നത്. ബോത്ത് കോമൺ ഫോർ സ്റ്റീൽ ആൻഡ് കോപ്പർ ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, GA ആയിക്കോട്ടെ, മിനിമം ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിനിമം ഡയമെൻഷൻ, ലെങ്ത് എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല, ഡയമെൻഷൻ എന്ന് പറയാൻ പറ്റും. മിനിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് 60/60 ആണ്. ഇനി ഇത് തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു തിക്നെസ് ഉണ്ടാവും. ആ തിക്നെസ് എന്ന് പറയുന്നത് കോപ്പർ ആണെങ്കിൽ അത് മിനിമം 3.15 mm, സ്റ്റീലാണെങ്കിൽ 6.3 mm. സ്റ്റീലാണെങ്കിൽ 6.3 mm, കോപ്പർ ആണെങ്കിൽ 3.5 mm. അതായത് കോപ്പർ ആണെങ്കിൽ 60/60 × 3.15, GA ആണെങ്കിൽ 60/60 × 6.3. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനുകൾ ചിലപ്പം കാണിക്കും. ലെങ്ത്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ്. ക്ലിയർ? അപ്പോൾ ഇതാണ് എർത്ത് ഇലക്ട്രോഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി എർത്ത് ഇലക്ട്രോഡ് നമ്മൾ നോർമലി വീടുകൾ നമ്മൾ യൂസ് ചെയ്യാറില്ല. പൈപ്പ് എർത്തിങ് നമ്മളാണ് വീടുകൾ യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ 2 ടൈപ്പ് എർത്തിങ് പറഞ്ഞു, എക്യുപ്മെൻറ്റ് എർത്തിങ് പറഞ്ഞു, സിസ്റ്റം എർത്തിങ് പറഞ്ഞു. അത് പറയുകയാണെങ്കിൽ ഇവിടെ ഇറ്റ്സ് നോട്ട് കറക്റ്റ്, എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സാധനമാണ്. പൈപ്പ് എർത്തിങ് നമ്മൾ എക്യുപ്മെൻറ്റ് എർത്തിങ് കേസുകളിലാണ് കൂടുതൽ ഉപയോഗിക്കുക. പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു? സിസ്റ്റം എർത്തിങ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നു. സബ്സ്റ്റേഷനുകൾ, ജനറേറ്റിംഗ് സ്റ്റേഷനുകളൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്ലേറ്റ് എർത്തിങ് യൂസ് ചെയ്യുന്നത്. റൈറ്റ്. ഈ പ്ലേറ്റ് എർത്തിങ് യൂസ് ചെയ്യുമ്പോൾ ഈ സബ്സ്റ്റേഷൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്, അല്ലെങ്കിൽ ഈ സബ്സ്റ്റേഷൻ്റെ വോൾട്ടേജ് റേഞ്ചുകൾ അനുസരിച്ച് ഇതിന് ഒരു പ്ലേറ്റ് എർത്തിങ് ചിലപ്പോൾ മതിയായിക്കൊള്ളണമെന്നില്ല. ഒന്നിൽ കൂടുതൽ എർത്തിങ്ങുകൾ ആവശ്യം വരും, ഒന്നിൽ കൂടുതൽ പ്ലേറ്റ് എർത്തിങ്ങുകൾ അവിടെ വേണ്ടി വരും. അതിനെയാണ് നമ്മൾ പാരലൽ എർത്തിങ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മളെന്ത് പറയുന്നത്? പാരലൽ എർത്തിങ് എന്ന് പറയുന്നത്. ഈ പാരലൽ എർത്തിങ്ങിൻ്റെ കേസിൽ ഒരു എർത്തിങ് ഞാനിവിടെ, ഒരു പ്ലേറ്റ് എർത്തിങ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്ലേറ്റ് എർത്തിങ് വെക്കുന്നതിൻ്റെ ഇടയിൽ മിനിമം
8 മീറ്റർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഒരു എർത്തിങ് കഴിഞ്ഞ് 8 മീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത എർത്തിങ് വയ്ക്കാൻ പാടുള്ളൂ. അടുത്തടുത്ത് എർത്തിങ് വയ്ക്കരുത്. റൈറ്റ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേറ്റ് എർത്തിങ്സ് അല്ലെങ്കിൽ പാരലൽ എർത്തിങ് ഈസ് കോൾഡ് ഈസ് 8 മീറ്റർ. 8 മീറ്ററാണ് ഇതിൻ്റെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് പൈപ്പ് എർത്തിങ്ങും പ്ലേറ്റ് എർത്തിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് എർത്തിൻ്റെ റെസിസ്റ്റൻസ് ഈ എർത്തിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം എർത്തിൻ്റെ റെസിസ്റ്റൻസ് കുറയുന്നോ അത്രത്തോളം നമുക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ എവിടെ കിട്ടും? ഈ എർത്തിങ്ങിൻ്റെ കേസിൽ കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എർത്തിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടെക്നിക്കുകളുണ്ട്. അതിലൊന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പൈപ്പ് എർത്തിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന കുഴിയിൽ അല്ലെങ്കിൽ അതിൽ, അതേപോലെ തന്നെ പ്ലേറ്റ് എർത്തിങ് വെക്കാനുള്ള കുഴിയിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു, പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതാണ്. ഈ പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത് നമ്മൾ പൈപ്പ് എർത്തിങ് പറഞ്ഞ് 2.5 മീറ്റർ ഡെപ്തിലാണ് ഇത് വെക്കുക. മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 2.5 മീറ്റർ വേണമെന്ന് പറഞ്ഞു. അതേപോലെ പ്ലേറ്റ് എർത്തിങ് നമ്മൾ എർത്ത് സർഫസിൽ നിന്നും 1.5 മീറ്റർ താഴെയാണ് വെക്കുക. 1.5 മീറ്റർ താഴെയാണ് നമ്മൾ ആരെ വെക്കുന്നത്? പ്ലേറ്റ് എർത്തിങ്ങിനെ വെക്കുന്നത്. ആ വാല്യൂ ഞാൻ പറയാൻ വിട്ടു, ഇതാണ് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. സോ 1.5 മീറ്ററാണ് എർത്ത് സർഫസിൽ നിന്നും പ്ലേറ്റ് എർത്തിങ്ങിന് വേണ്ട ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡെപ്ത്ത്. അതേപോലെ ഇത് നോർമലി വെർട്ടിക്കലി ആണ് എന്ത് ചെയ്യുന്നത്? വെക്കുന്നത്. വെർട്ടിക്കലി ആയിരിക്കും വെക്കുക. അത് ഹൊറിസോണ്ടലി അങ്ങനെ വലിയൊരു കുഴി എടുത്തല്ലേ വെക്കുക, വെർട്ടിക്കലായിട്ടാണ് പ്ലേറ്റ് എർത്തിങ് സാധാരണയായിട്ട് വെക്കുന്നത്. ഈ 2 പോയിൻറ്റും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്, അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ തിരിച്ചു വരാം. എർത്തിൻ്റെ റെസിസ്റ്റൻസ്, എർത്ത് റെസിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കണം. എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് എർത്തിങ് ചെയ്യുന്ന ഈ 2.5 മീറ്റർ ഡെപ്തിൽ കുറച്ച് വലിയൊരു കുഴി എടുത്തിട്ട് ആ പൈപ്പിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു കുഴി എടുക്കും. അതല്ലെങ്കിൽ പ്ലേറ്റ് എർത്തിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ പറയുന്ന 1.5 മീറ്റർ ലെങ്ത്തിൽ നമ്മൾ എന്ത് ഫില്ല് ചെയ്യും? കോളും അതേപോലെ തന്നെ സാൾട്ടും. കോളും സാൾട്ടും ഒക്കെ ഫില്ല് ചെയ്യും. കോൾ അല്ലെങ്കിൽ ചാർക്കോൾ, സാൾട്ടൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എർത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയ്ക്കാൻ പറ്റും. ഇത് ഒന്നാമത്തെ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെറ്റാക്കി വയ്ക്കാം. എർത്തിങ് പോയിൻറ്റിന് നമ്മൾ വെറ്റാക്കി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എർത്ത് റോഡ് വഴി, എർത്തിൻ്റെ റോഡിൻ്റെ സൈഡിൽ കൂടെ എർത്തിങ് ചെയ്ത പോർഷനിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ സർഫസിനെ നമ്മൾ വെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എർത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. മൂന്നാമത്തതാണ് ഈ പാരലൽ ഇലക്ട്രോഡ്. നമ്മൾ ഈ പാരലൽ എർത്തിങ് എന്ന് പറഞ്ഞില്ലേ, പാരലൽ എർത്തിങ് അല്ലെങ്കിൽ പാരലൽ ഇലക്ട്രോഡ് അല്ലെങ്കിൽ പാരലൽ പ്ലേറ്റ്സുകൾ വയ്ക്കുക. ഒന്നിലധികം എർത്ത് റോഡുകൾ അല്ല ഒന്നിലധികം എർത്തിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. ഒന്നിലധികം ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. ഇനി നാലാമത്തത് റെസ്റ്റ് ഒഴിവാക്കുക. ഈ എർത്ത് ഇലക്ട്രോഡിലും പ്ലേറ്റ് ഇലക്ട്രോഡുകളിലൊക്കെ റെസ്റ്റ്, അതായത് തുരുമ്പ് പിടിക്കുന്ന ഒഴിവാക്കുക. ഈ 4 മെത്തേഡാണ് നോർമലി നമ്മൾ എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇത് ഒരു കാര്യം കൂടിയുണ്ട്, ഒന്നുകൂടി വിട്ടുപോയി. നമ്മൾ ഇതിനകത്ത് എർത്തിങ് ചെയ്യുന്ന സമയത്ത് എർത്ത് കണ്ടക്ടറും അതേപോലെ തന്നെ ഇലക്ട്രോഡും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സോൾഡർ ചെയ്യുന്ന സമയത്ത് നോൺ ഫെറസ് ആയിട്ടുള്ള ക്ലാമ്പുകളും നോൺ ഫെറസ് ആയിട്ടുള്ള കണക്ടറുകളും യൂസ് ചെയ്താലും നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. റൈറ്റ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ വഴിയാണ് നമ്മൾ എർത്ത് റെസിസ്റ്റൻസ് കുറയ്ക്കുന്നത്. അപ്പോൾ എർത്ത് റെസിസ്റ്റൻസ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം പ്രൊട്ടക്ഷൻ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമുക്ക് കിട്ടും. റൈറ്റ്. അപ്പോൾ ഇത്രയാണ് എർത്തിങ്ങുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് അല്ലെങ്കിൽ എർത്തിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. എല്ലാം ഏകദേശം ഒന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.